അദ്ദേഹം വ്യക്തിപരമായ പരാമർശങ്ങൾ ഇവിടെ നടത്തി. ഇതെന്ത് ന്യായമാണ് സർ? മറുപടി കേൾക്കാൻ നിൽക്കണ്ടേ? ഒരു ഡിബേറ്റിൽ പോകുമ്പോൾ രണ്ടു പക്ഷം പറയാൻ കേൾക്കണ്ടേ? അങ്ങ് പറഞ്ഞോ? അങ്ങയുടെ നിലവിൽ ഉണ്ടായിരിക്കാൻ പറ. അങ്ങ് സംസാരിച്ച് അവിടെ ഡിസ്ട്രപ്ഷൻ ഉണ്ടാവില്ല. സർ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ അനുരാഗ് താക്കൂറിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം കെട്ടിപ്പിടുത്ത ഞാനല്ല സർ നടത്തിയത്. അത് രാഹുൽ ഗാന്ധിയാണ് കെട്ടിപ്പിടിച്ചത് നരേന്ദ്രമോദിയെ പോയിട്ട്. പാർലമെന്റിൽ നമ്മളെല്ലാം കണ്ടതാണ്. അപ്പൊ ആ കെട്ടിപ്പിടുത്തം എന്റെ നേരെ ആരോപിക്കരുത് സർ. ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ആളെ പോയി കെട്ടിപ്പിടിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ്. അപ്പൊ അത് തെറ്റാണ് എങ്കിൽ അനുരാഗ് താക്കൂറും ഞാനും മാത്രമല്ല, രാഹുൽ ഗാന്ധിയും ഞങ്ങളെല്ലാം ഒരുമിച്ച് പാർലമെന്റിൽ ഒരേ കാലത്തുണ്ടായവരാണ്. പടമാണ് പ്രശ്നമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള പടം എത്രയോ തവണ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ കൂടെയുള്ള പടമില്ലേ? അങ്ങ് ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയ ആളാണ് എന്നതുകൊണ്ട് അങ്ങയുടെ കൂടെ പടം എടുക്കില്ല എന്ന് പറയാൻ പറ്റൂ? അങ്ങനെ പടം വന്നാൽ അത് ഫേസ്ബുക്കിലില്ല എന്ന് പറയാൻ പറ്റൂ? അത് വേറെ, രാഷ്ട്രീയമായ നിലപാട് വേറെ. അങ്ങ് ഗോൾവാൾക്കറിന്റെ മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ളാണ് എതിർപ്പ്. വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ താൽപര്യത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധിയെക്കുറിച്ചോ സോണിയാഗാന്ധിയെക്കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം. ഇവിടെ ഈ സമയം പറയണം. ഞങ്ങൾ തിരുത്തമല്ലോ.